നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 മലയാളം. നമുക്കിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് തിങ്കളാഴ്ച, നാളെ ചൊവ്വാഴ്ച, പിന്നെ ബുധനാഴ്ച, ഈ 3 ദിവസം ബിഗ് ബോസ് പ്രേക്ഷകർ എന്തൊക്കെ സഹിക്കണമെന്ന് നിങ്ങൾക്ക് വല്ലപ്പെടുത്തണ്ട. ഇവിടുന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ കൂതറകളുണ്ട്. നമുക്ക് ഒരുപാട് ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഇഷ്ടമുള്ള ആൾക്കാരും ഒന്നുണ്ട്. നമ്മുടെ ഇഷ്ടമുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗിസേൽ തന്നെ, ആര്യൻ, ഗിസേൽ, ജിഷ്ണു, ഇവരൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരൊക്കെ ഔട്ടാവരുത് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചാണ്. പക്ഷെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്, പെറ്റ അമ്മ സഹിക്കില്ല, അമ്മ അതിലുള്ള ആൾക്കാരൊക്കെ ഇപ്പം മുമ്പിൽ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പോകുക. അപ്പാനി ശരത്തിനെ പോലും നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പാനി ശരത്ത് കയറേണ്ടത് ആദ്യമായിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർ വരാൻ പോകണം. അപ്പോൾ ഈ 3 ദിവസം നമുക്ക് ബിഗ് ബോസ് കാണണോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവരതിൻ്റെ ഉള്ളിൽ കിടന്ന അട്ടഹാസം, ചീരിയും, ഓരോരുത്തരും ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പാരവെപ്പും. എന്തായാലും സമാധാനമുണ്ട്. 3 ദിവസത്തിനുള്ളിൽ ഈ കാക്കാലക്കൂട്ടം ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പോകുമല്ലോ. ഇതിലൊരു അപകടം മണക്കണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 3 ദിവസം ഇത്രയും നാൾ പുറത്തിറങ്ങിയിട്ട് സകല യൂട്യൂബേഴ്സിന് ഇൻ്റർവ്യൂവും കൊടുത്ത് യൂട്യൂബിൽ വീഡിയോ ഇട്ട് നല്ല തള്ളി നിൽക്കുന്ന ആൾക്കാരൊക്കെ, ഈ മത്സരാർത്ഥികളൊക്കെ വീണ്ടും ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ആർക്കൊക്കെ ഇനി കൂടുതൽ ഇവിടെ കപ്പടിക്കാനായിട്ട് യോഗ്യത, ആരൊക്കെ ഇവിടെ എന്തൊക്കെ ചെയ്തതെന്ന് നെഗറ്റീവായിട്ട് പുറത്ത് പോയിരിക്കുന്നത് എല്ലാം ഇവരേതായുള്ള ആൾക്കാരോടെല്ലാം പറയും. അത് ചിലപ്പോൾ പുതപ്പിൻ്റെ ഉള്ളിൽ കിടന്നിട്ടായിരിക്കാം. ബിഗ് ബോസ് പറയാതൊന്നും പുറത്തുള്ള കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞിട്ട് സ്ട്രിക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റുന്നത്. പക്ഷെ അതൊന്നും അവർക്ക് ഒരു പ്രശ്നമല്ല. ഇനിയിപ്പോൾ എന്താ, കൃത്യമായിട്ട് ഇവർക്ക് എല്ലാ കാര്യങ്ങളും ഇവർക്ക് അറിയും. അപ്പോൾ ഇത് നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതിലും വലിയൊരു കാര്യമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരെ ഈ കൂതറ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ, പിന്നെ ഇപ്പോൾ ഇവർക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ലാഭം കൂടിയുണ്ട്. ഈ പുറത്തുനിന്നുള്ള പഴയ മത്സരാർത്ഥികൾ വരുമ്പോൾ പിന്നെ ഇവർക്ക് ഭക്ഷണത്തോട് വയ്ക്കണ്ട. ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് വലിയ ഹോട്ടലിൽ നിന്ന് പാർസൽ കൊണ്ടുവരിക പതിവ്. അത് അവർക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഈ ആഴ്ച വളരെ ശോകമാണ്. ഇന്നലെ ലാലേട്ടൻ പറഞ്ഞു, അടുത്ത ഞായറാഴ്ച ഇനി ലാലേട്ടൻ വരുള്ളൂ, ശനിയാഴ്ച വരില്ല. അടുത്ത ഞായറാഴ്ച വരുമ്പോൾ നിങ്ങളിൽ ആരൊക്കെ ഉണ്ടാവും എന്നെനിക്കൊരു പിടുത്തമില്ല. എന്തായാലും നമുക്ക് ഞായറാഴ്ച കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ വളരെയധികം സങ്കടപ്പെട്ടാണ് ഈ ഇന്നലത്തെ എപ്പിസോഡ് ചെയ്ത് തീർത്തത്. കുറേ സെൻറ്റിമെൻറ്റ്സ് സീൻസുകൾ നമ്മൾ ഇന്നലെ കണ്ടു. അതുപോലെ തന്നെ ലാലേട്ടനും കുറേ സെൻറ്റിമെൻറ്റ്സ് സീൻസുകളൊക്കെ കണ്ടു. അതൊക്കെ ഇവർ പരസ്പരം തമ്മിലുള്ള ഇവരെ സ്നേഹം കണ്ടു. അതുപോലെ ഇത്രയും നാളായിട്ട് നിന്നിട്ട് ഇവർക്ക് എല്ലാവരും ഓരോ കാര്യങ്ങളെല്ലാവരും പറഞ്ഞ് ഒത്തുതീർപ്പാക്കുന്നു, എല്ലാ കാര്യങ്ങളും കണ്ടു. അപ്പോൾ ലാലേട്ടൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ ആരോടും ഒരു വിഷമോ ഒരു ദേഷ്യമോ ഒന്നുമില്ല. നിങ്ങളെല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. നിങ്ങൾ ഓരോരുത്തരൂടെ പോകുമ്പോൾ ഞാനാണ് കരയുന്നത്, എൻ്റെ കണ്ണാണ് നനയുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ജോലിയാണ്, അതെനിക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ ഇന്നലെ പോണത്. ലാലേട്ടൻ പോയപ്പോൾ അടുത്ത ഞായറാഴ്ചയും കൂടിയല്ലേ ലാലേട്ടൻ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ദൈവപ്പെട്ട ഒരു വിങ്ങല. എന്താണ്, ബിഗ് ബോസിലെ ലാലേട്ടനെ നമ്മൾ അത്രയധികം സ്നേഹിക്കുന്നു. ഒരു സിനിമ കണ്ടിട്ട് ലാലേട്ടൻ്റെ സിനിമ കണ്ട് പൊട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതോടുകൂടി തീർന്നു. നമുക്ക് ചിലപ്പോൾ റിവ്യൂ ചെയ്യും, അത് മോശമാണ്, ലാലേട്ടൻ ഇങ്ങനെയുള്ള കഥകളൊന്നും എടുക്കരുത് എന്ന് പറയും. പക്ഷെ അതുപോലെയല്ല, ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ടി വി ഷോയിൽ ലാലേട്ടൻ വന്ന് നമുക്ക് ലാലേട്ടനായിട്ട് നിന്നിട്ട് നമുക്ക് ഇത് സംസാരിക്കണം. ലാലേട്ടൻ കഥാപാത്രമായിട്ടല്ല വരുന്നത് നമ്മുടെ മുമ്പിൽ. അത് നമുക്ക് സന്തോഷം. മറ്റുള്ളവർക്ക് ഒരു കഥാപാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആ കഥാപാത്രം വിജയിക്കുകയോ തോൽക്കുകയോ അല്ലെങ്കിൽ മോശമാവുകയോ ചെയ്താൽ അത് അവിടെ വെച്ച് അവസാനിച്ചു. പക്ഷേ ഇതല്ല, ലാലേട്ടൻ നമ്മളോടാണ് സംസാരിക്കുന്നത്. ആ മത്സരാർത്ഥികളോട് എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്ന് പ്രേക്ഷകരെ മനസ്സിലുള്ളതാണ് ലാലേട്ടൻ അവരോട് ചോദിക്കുന്നത്. നമുക്ക് ഓരോരുത്തരും അവിടെ ചെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അതാണ് ലാലേട്ടൻ ചെയ്യുന്നത്. നമ്മുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ലാലേട്ടൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ പ്രേക്ഷകരാണ് ലാലേട്ടൻ ഒരുപാട് ഇഷ്ടപ്പെട്ടത്. പ്രേക്ഷകരെയാണ് ലാലേട്ടനും അംഗീകരിക്കുന്നത്. പ്രേക്ഷകരുടെ ഒരു പിന്തുണ കൊണ്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ നിലനിന്ന് പോകുന്നതും പ്രേക്ഷകരെ വോട്ടാണ് അവിടെ ഒരു മത്സരാർത്ഥി നിൽക്കണോ പോകണോ എന്ന് തീരുമാനിക്കുന്നതും. അപ്പോൾ അതുകൊണ്ടെല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് ഇന്നലെ ഒരു ശനിയാഴ്ച ഒരു ദുഃഖ ശനിയാഴ്ചയായിട്ട് നമുക്ക് മാറിയത്. ഇനി ഒരാഴ്ചയും കൂടി ഉള്ളല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതൊരു ദുഃഖ ശനിയാഴ്ചയായിട്ട് മാറണം. അതെനിക്ക് മാത്രമല്ല, യൂട്യൂബ് ചെയ്യുന്ന എല്ലാവർക്കും, ഇത് റിവ്യൂ ചെയ്യുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ കോടിക്കണക്കിന് ആൾക്കാർ ഇത് ഈ ഷോ കാണുന്നുണ്ട്.
ആരും വലിയ പുറത്തിറങ്ങിയിട്ട് വലിയ തള്ളും. ഞാനൊന്നും കാണാറില്ല. ബിഗ് ബോസ് 10 പൈസയ്ക്ക് ഉപകാരമില്ല, സമൂഹത്തിന് ഒരു ഉപകാരമില്ല. കുറേ കൂതറകൾ കിടന്നിട്ട് അഴിഞ്ഞാടുന്നു, അതിന് ലാലേട്ടൻ വന്നിട്ട് ആങ്കർ ചെയ്യുന്നതെന്നൊക്കെ പറയും. എന്നിട്ട് ആദ്യം വന്നിരുന്ന് കാണുന്നത് അവർ തന്നെയായിരിക്കും. അപ്പോൾ പറയണതല്ലല്ലോ നമ്മുടെ മലയാളികൾ പ്രവർത്തിക്കുന്നത്, അതിന് നേരെ വിപരീതമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ എപ്പിസോഡ് നമുക്ക് വളരെ ടച്ചബിളായിട്ട് തോന്നി. ലാലേട്ടൻ എന്തൊക്കെ നെവിനോട് പറഞ്ഞോ, നെവിന് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ലാലേട്ടനെ അറിയാം. നെവിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം ലാലേട്ടൻ ചോദിച്ച് മനസ്സിലാക്കി. അത് ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ്, അല്ലെങ്കിൽ തന്നെ ബിഗ് ബോസ് അങ്ങനെ ഒരു ടാസ്ക് കൊടുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, കാറിൻ്റെ ഉള്ളിൽ 1 ലക്ഷം രൂപ വെച്ചിട്ട് അവൻ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് എടുക്കുകയും ചെയ്തു. എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് നെവിന് വല്ലതും കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോളാൻ പറഞ്ഞു. അത് എന്തുകൊണ്ടാണ്? ഇതുവരെ ഇല്ലാത്തൊരു കാര്യം ലാലേട്ടൻ പറയാനുള്ള കാരണം, നെവിൻ അത്ര പാവമാണ്. കാരണം അവന് ജീവിക്കാൻ മാർഗമില്ല. സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് അവൻ. വിദ്യാഭ്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ എല്ലാ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അറിഞ്ഞപ്പോഴാണ് പറഞ്ഞത്. അവിടെയുള്ള മത്സരാർത്ഥികൾക്കും അതറിയാം. അതുകൊണ്ടാണല്ലോ ഈ 150,000 രൂപ കൊടുത്തത്. അപ്പോൾ അതൊക്കെ ഒരു മനുഷ്യ സ്നേഹമാണ്. ഇന്നലെ നെവിൻ്റെ ഹൃദയം നിറഞ്ഞു അങ്ങോട്ട് സന്തോഷം കൊണ്ട്. എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവനും അക്ബറും ചെന്നിട്ട് ജയിലിലേക്ക് കിടക്കുന്ന ഒരു സീനുണ്ട്. അവനെല്ലാം തകർന്ന് കിടക്കുന്നത്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പൈസ മാത്രമേ ഉള്ളൂ അവൻ്റെ കയ്യിൽ. അവനതിനും കൂടുതൽ ഒരുപാട് കടമുള്ള വ്യക്തിയാണ്. ഒരു കുടില മൂപ്പര് ജീവിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇന്നലെ ലാലേട്ടൻ ചെയ്ത കാര്യത്തിന് പ്രായച്ചിത്തം ചെയ്തു. ഇന്നലെ നെവിൻ തന്നെയാണ് ഇന്നലെ ശരിക്കും ബൂസ്റ്റ് ചെയ്തത്. അത് ജയിക്കണമെങ്കിൽ ജയിക്കട്ടെ, ആൾക്കാർക്ക് ഒരു 10 വോട്ട് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണത്. അതുപോലെ തന്നെ മത്സരാർത്ഥികളും നെവിന് ഒരുപാട് തെറ്റുകളുണ്ടെങ്കിലും ആ തെറ്റുകളൊക്കെ മാറ്റിവെച്ച് പോസിറ്റീവ് മാത്രമാണ് ഇന്നലെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമുണ്ട് നെവിൻ്റെ കാര്യത്തിൽ. അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഇന്നു മുതൽ 3 ദിവസത്തേക്ക് പുതിയ നമ്മുടെ പഴയ മത്സരാർത്ഥികൾ ബിഗ് ബോസിനകത്ത് കയറുന്നു. ആ കയറിയുള്ള തിക്കും തിരക്കും ബഹളം പുറത്തുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇവിടെ ഇപ്പോൾ ടോപ്പ് 5 ആൾക്കാർ വരുന്നുണ്ട്. നൂറയ്ക്ക് ഇന്നലെ വളരെയധികം വിഷമമുണ്ടായിരുന്നു. എന്താണ് ടോപ്പ് 5 ഈ ടിക്കറ്റ് പിന്നാലെ കിട്ടിയെന്നാണ് മൂപ്പര് വിചാരിച്ചത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്തിനപ്പം ഞാൻ ഈ കഷ്ടപ്പെട്ട് ഈ അങ്കപ്പാട് എത്തിച്ചത്? നിങ്ങളുടെ ഒപ്പം തന്നെയാണ് കയറിയാൽ മതി ആയിരുന്നു. ഒരു വീക്ക് എന്നെ സേവ് ചെയ്യാനാണോ? എൻ്റെ ഒരു വീക്ക് സേവ് ചെയ്യാൻ വെച്ചാൽ നാട്ടുകാർ സേവ് ചെയ്തോളും, എൻ്റെ ജനങ്ങൾ സേവ് ചെയ്തോളും. അതിന് ഞാൻ ഇത്രയും വലിയ കളികളും കാര്യങ്ങളും ജയിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഇതിനൊരു പവറുണ്ട്. ആ പവർ നൂറിക്ക് ഇപ്പോൾ അറിയില്ല. അത് ഫിനാലെ തുടങ്ങുമ്പോൾ അറിയാം. ടോപ്പ് 5 കയറ്, എന്നിട്ട് നമുക്ക് പറയാം. അപ്പോൾ ടോപ്പ് 5 കയറേണ്ട കാര്യം സംശയമാണ്. എന്നിരുന്നാലും കയറുമ്പോൾ ആ പവർ ഉപയോഗിക്കാം. അതങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി. അപ്പോൾ ടോപ്പ് 5 വരുന്ന ആൾക്കാർ നമ്മളൊന്നും ആരൊക്കെയാണെന്ന് നമ്മളൊന്നും പറയുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര ടൈറ്റാണ്. ടൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനീഷ്, അനുമോള്, അക്ബർ, ഷാനവാസ്, ഈ 4 പേർക്കും നല്ല ഫാൻസ് ഉണ്ട് പുറത്ത്. ഇനി ഇവരെ ഫാൻസും ഇവരെ ആർമിക്കാരും ഇവരെ PR-കാരും കാര്യങ്ങൾ നിശ്ചയിക്കും. അതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും നല്ലൊരു തീരുമാനം ബിഗ് ബോസ് എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.